രാജു പി നായർ, ഇവിടെ ഇവിടെ എന്താണ് ഇവിടെ BJP-യുടെ കേന്ദ്രമന്ത്രി നിത്യാനന്ദ റായ് പറയുന്നത്, വോട്ടർ അധികാർ യാത്ര വാസ് ടു സേവ് ഇൻഫിൽട്രേറ്റ്സ് ആൻഡ് ആഡ് ഫേക്ക് വോട്ടേഴ്സ് ഇൻ ലിസ്റ്റ്. യാത്രാസ് മെയിൻ ഫോക്കസ് വാസ് ടു അബ്യൂസ് PM മോഡി. എന്നാൽ എത്ര ഈ ഗുസ്പേട്ടുകൾ അല്ലെങ്കിൽ നുഴഞ്ഞുകയറ്റക്കാർ, പ്രധാനമന്ത്രിയുടെ ഭാഷയിൽ എത്ര ഗുസ്പേട്ടുകളെ ഒഴിവാക്കിയെന്ന് ചോദിച്ചാൽ അതിന് മറുപടിയില്ല. അതേസമയം മരിച്ചു എന്ന് പറഞ്ഞ് ഒഴിവാക്കിയവരുടെ ലിസ്റ്റ് എടുത്താൽ അതിൽ കൂടുതലുണ്ട്. ഇനി ബംഗ്ലാദേശികളാണ് ഒഴിവാക്കിയത്, കണക്കെടുത്താൽ അങ്ങനെയല്ല. അവിടെ ഈ പറയുന്ന ഇസ്ലാം മത പേരുകാരെക്കാൾ കൂടുതൽ ഒഴിവാക്കപ്പെട്ടവർ ഹൈന്ദവരാണ്. രാജു പി നായർ. അശ്മി, ഇതിനകത്ത് ശ്രീ PR ശിവശങ്കർ പോയെങ്കിലും അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾക്ക് മറുപടി ഉണ്ട്. അദ്ദേഹം ചോദിക്കുന്നത് കോൺഗ്രസ് ബീഹാറിൽ ഏതെങ്കിലും പരാതി കൊടുത്തോ? കേരളത്തിലെ മാത്രമല്ല ദേശീയ മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇന്നലത്തെ കോൺഗ്രസിൻ്റെ പ്രസ്താവന. 89 ലക്ഷം പരാതികൾ ബീഹാറിൽ കോൺഗ്രസ് കൊടുത്തിരുന്നു, ഒരു നടപടിയില്ല. 89 ലക്ഷം പരാതികൾ കൊടുത്തു. ആ അവിടെ ലാലു പ്രസാദ് യാദവിൻ്റെ രാഷ്ട്രീയ ജനതാദൾ ഉൾപ്പെടെ അവിടെ പരാതികൾ കൊടുത്തിട്ടുണ്ട്, ഒരു നടപടിയില്ല. ഞാൻ ചോദിക്കട്ടെ, മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് പരാതി കൊടുത്തിരുന്നല്ലോ, ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറി നടന്നിട്ടുണ്ട്, ഞങ്ങൾക്ക് ഇതിൻ്റെ മെഷീൻ റീഡബിൾ വോട്ടർ സിസ്റ്റത്തിലേക്ക് സോഫ്റ്റ് കോപ്പി തരണം, അതുപോലെ തന്നെ അവസാന മണിക്കൂറിൽ ഉണ്ടായ വോട്ടിംഗ് വർധനവിൽ ക്രമക്കേടുണ്ട്, CCTV കൊടുക്കണം. മറുപടി കൊടുത്തോ? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊടുത്തോ? ഇല്ലല്ലോ. ബീഹാറിൽ പറഞ്ഞ 89 ലക്ഷത്തിന് എന്തെങ്കിലും പരാതി കൊടുത്തിട്ടുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, അത് ഒരു ഫലവും കാണാഞ്ഞിട്ടാണല്ലോ ഇന്ത്യയുടെ സുപ്രീം കോടതിയിൽ യോഗേന്ദ്ര യാദവ് മരിച്ചു എന്ന് പറഞ്ഞ് 2 സ്ത്രീകളെ കൊണ്ടേ നിർത്തിയത്. അതിനുശേഷം ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി രാഹുൽ ഗാന്ധി ഈ തെരഞ്ഞെടുപ്പ് പട്ടികയിൽ മരണപ്പെട്ടു എന്ന് പറഞ്ഞ ആൾക്കാരുമായിരുന്നു ചായ കുടിച്ചല്ലോ ഡൽഹിയിലെ വസതിയിൽ. എന്തിനായിരുന്നു? ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബയസ്ഡ് ആണെന്നുള്ളതും അത് BJP-യുടെ രാഷ്ട്രീയ ഉപകരണമായി മാറി എന്നുള്ളതും ജനങ്ങളെ ബോധ്യപ്പെടുത്തൽ മാത്രമേ ഇനി മാർഗമുള്ളൂ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയിൽ പോയി ബീഹാറിലെ SIR അവിടെ ആധാർ കാർഡ് ഒഴിവാക്കുന്നതിന് എത്രമാത്രം വിചിത്രമായ വാദങ്ങൾ ഉന്നയിച്ചു. കോടതി ചോദിച്ചല്ലോ, ഈ ആധാർ കാർഡ് എന്തുകൊണ്ട് കൊടുത്തുകൂടാ എന്ന് ചോദിച്ചല്ലോ. സുപ്രീം കോടതി എന്താ പറഞ്ഞത്? അത് പൗരത്വത്തിൻ്റെ രേഖയായി കണക്കാക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ അത്തരത്തിൽ അതിന് എന്തോളം മുടക്കി വെച്ചു. എന്തിനായിരുന്നു? SIR നടപ്പാക്കിക്കൊണ്ട് അവിടുത്തെ വോട്ടർ സിസ്റ്റം കുറ്റമറ്റ രീതിയിൽ അത് മാറ്റണം എന്നുള്ളതാണെങ്കിൽ എങ്ങനെയാണ് വീണ്ടും 1,80,000 ഞങ്ങൾ പറഞ്ഞല്ലോ, എഡിറ്റേഴ്സിന്റെ മാധ്യമങ്ങളുടെ സംഘടന ചെന്ന് കണ്ടുപിടിച്ചതാണ്. റിപ്പോർട്ടേഴ്സ് കളക്റ്റീവ് 1,82,000 വോട്ടുകൾ ഇത്തരത്തിൽ വീണ്ടും അതിനകത്ത് ക്രമക്കേട് സംഭവിച്ചു. അപ്പോൾ ഈ പറയുന്നത് മുഴുവൻ തട്ടിപ്പാണെന്നുള്ളതും BJP-ക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് പകൽ പോലെ വ്യക്തമല്ലേ? അതിന് മറുപടി ഇല്ലാതെ വരുമ്പോൾ വ്യക്താധിക്ഷേപത്തിലേക്ക് കടന്നിട്ട് കാര്യമില്ല. ഹാഷ്മി വേണമെങ്കിൽ നാളെ മുതലുള്ള ചർച്ചയിൽ സേഫ് ആവാൻ വേണ്ടി 2 BJP പ്രതിനിധികളെ പിടിച്ചെടുത്തത് നല്ലതായിരിക്കും. കാരണം ഒരാൾ പോയാലും ഒരാൾ ഉണ്ടാവുമല്ലോ, നമുക്ക് എന്തെങ്കിലും ചോദിക്കാനെങ്കിലും. അപ്പം ഇത്തരത്തിൽ ക്രമക്കേടുകൾ മുഴുവൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലായിടത്തും ക്രമക്കേടുകൾ നടത്തിയിട്ട് ഒരു മറുപടി ഇതിനകത്ത് പറയാനില്ല. രാഹുൽ ഗാന്ധി ഉന്നയിച്ചത് വളരെ പ്രധാനപ്പെട്ടതാണ്. വാരണാസിയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള അട്ടിമറി നടന്നിട്ടുണ്ടെന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. ഹാഷ്മിക്ക് അറിയാലോ, നിർമ്മല സീതാരാമൻ്റെ ഭർത്താവ് പരകാല പ്രഭാകരൻ പോലും പലപ്പോഴും അതിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സിഫോളജിസ്റ്റുകൾ അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ രാജ്യം മുഴുവൻ അതിനകത്ത് സംശയം ഉന്നയിക്കുമ്പോഴും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി പറയാത്തതിൻ്റെ ദുരൂഹതയാണ് പ്രശ്നം. ആ ദുരൂഹത ഇവർക്ക് വേണ്ടിയിട്ട് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടി BJP കൂടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും സഖ്യകക്ഷികളെ പോലെ പ്രവർത്തിച്ചു എന്നുള്ളതാണ്. പിന്നെ നോക്കൂ, ബീഹാറിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ജനം ഇവർ പറയുന്നത് പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ, രാഷ്ട്രീയ പാർട്ടികളുടെ ഉത്തരവാദിത്വം എന്നുള്ളതാണ്. അതിൽ സാങ്കേതികമായ ഒട്ടേറെ കാര്യങ്ങളുണ്ട്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷേ ശ്രീ ശിവശങ്കർ ഇവിടെ സൂചിപ്പിച്ച രീതിയിലല്ലല്ലോ വോട്ട് ചേർക്കുന്നത്. ഹാഷ്മിക്ക് അറിയാൻ പാടില്ല, എനിക്കറിയാമെന്ന് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് വോട്ടർ സിസ്റ്റത്തിൽ നിന്ന് പേര് ചേർക്കുന്നത് എങ്ങനെയാണ്? ആ പേര് ചേർക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പോർട്ടലിൽ കയറി ഓൺലൈനായി ആപ്ലിക്കേഷൻ കൊടുത്താൽ ആ ആപ്ലിക്കേഷൻ അതായത് BLOമാരുടെ അടുത്ത് അന്വേഷണത്തിന് വരികയാണ്, ഹിയറിങ്ങിന് പോവുകയല്ല. BLOമാർ ആ അഡ്രസ്സിൽ പോയി അവരുടെ ഒറിജിനൽ രേഖകൾ പരിശോധിച്ച് അവർ യഥാർത്ഥ വോട്ടറാണ്, അവിടുത്തെ സ്ഥിരതാമസക്കാരാണെന്ന് കൺഫേം ചെയ്തതിന് ശേഷം മാത്രമേ വോട്ടർ സിസ്റ്റിൽ പേര് കയറ്റാൻ പറ്റുള്ളൂ. ഞാൻ ചോദിക്കട്ടെ, അച്ഛൻ്റെ പേര് DFHYGK എന്ന് പറഞ്ഞുകൊണ്ട് ഈ പേരുകൾ ചേർക്കാൻ BLOമാർ കൂട്ടുനിന്നല്ലേ അതിൻ്റെ അർത്ഥം? BLOമാർ കൂട്ടു നിന്നിട്ടില്ലെങ്കിൽ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ നടപടി പ്രക്രിയയെ ബൈപ്പാസ് ചെയ്തുകൊണ്ട് ചേർത്തു എന്നുള്ളതാണ്. അവസാന ഘട്ടത്തിൽ വരുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനും അറ്റൻഡന്റ് വോട്ടർ സിസ്റ്റം പിന്നെ തിരുത്താൻ കഴിയില്ല. അപ്പോൾ അങ്ങനെ അഡീഷണൽ വോട്ടർ സിസ്റ്റത്തിൽ എത്രമാത്രം ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്ന് നോക്കണം.
തൃശ്ശൂർ എങ്ങനെ ഇത്തരത്തിൽ HDFK എന്നുള്ളതും അല്ലെങ്കിൽ ഒരു റൂമിൽ തന്നെ ഇത്രമാത്രം ആൾക്കാർ വോട്ട് ചേർക്കുന്ന സാഹചര്യം എങ്ങനെ ഉണ്ടായി പരിശോധിക്കണ്ടേ? അപ്പോൾ വളരെ കൃത്യമായിട്ട് ഇതിനകത്ത് ക്രമക്കേടുകൾ നടത്തിയിട്ടുണ്ട്. ആ ക്രമക്കേടുകൾ നടത്തിയിട്ടുണ്ടെന്ന് ഏറ്റവും കൂടുതൽ അറിയാവുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അതുകൊണ്ടാണല്ലോ രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനം പൂർത്തീകരിക്കാൻ പോലും നിൽക്കാതെ, അല്ലേ? എന്താണ് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ഞങ്ങളെ കുറിച്ച് ഉന്നയിക്കുന്ന ആരോപണം? ആ ആരോപണം ഞങ്ങൾക്കൊന്ന് കേൾക്കട്ടെ, എന്നിട്ട് ആ കേട്ടതിൽ വസ്തുതയുണ്ടോ എന്ന് ഞങ്ങളൊന്ന് വിലയിരുത്തട്ടെ, അതിനുശേഷം ഞങ്ങളൊരു മറുപടി പറയാം എന്നല്ലേ സാധാരണ തീരുമാനിക്കുക. പക്ഷെ തെരഞ്ഞെടുപ്പിന്റെ ആ രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനം പൂർത്തീകരിക്കാൻ പോലും നിൽക്കാതെ രാഹുൽ ഗാന്ധിക്ക് നോട്ടീസ് അടിച്ചു കൊടുത്ത ടീമാണ് ഇവർ, ഇല്ലേ? അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഞങ്ങൾ ചെയ്തിരിക്കുന്ന ക്രമക്കേട് പിടിക്കപ്പെട്ടു എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മൗനമായിട്ടിരുന്നത്. പക്ഷെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ രാഹുൽ ഗാന്ധി ബീഹാർ യാത്ര തുടങ്ങാറാവുമ്പോൾ പുറത്തു വന്നുകൊണ്ട് ആ വാർത്തകളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി, ചർച്ചകളെ വഴിമാറ്റിവിടാൻ വേണ്ടി രാഷ്ട്രീയ പരിപാടി, ഹിറ്റ് ജോബ്, പൊളിറ്റിക്കൽ ഹിറ്റ് ജോബ് നടത്തുകയായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അതാണ് പറയുന്നത്, ഈ രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പുകൾ, ജനാധിപത്യം ഇന്ന് സത്യത്തിന്റെ പുറത്തല്ല നിൽക്കുന്നത്, ഇന്ന് കള്ളത്തരത്തിന്റെ പുറത്ത് കെട്ടിപ്പൊക്കുന്നതായിട്ട് മാറിയിരിക്കുകയാണ്. എങ്ങനെയാണ് ഉത്തർപ്രദേശിൽ BJP തകർന്നടിഞ്ഞത്? ഉത്തർപ്രദേശിൽ BJP തകർന്നടിഞ്ഞതിന്റെ ഞാൻ നേരത്തെ പറഞ്ഞ കണക്കുകൾ നിങ്ങളെടുത്ത് പരിശോധിക്കണം. എങ്ങനെയാണ് മധ്യപ്രദേശിൽ 26 സീറ്റും BJP ജയിച്ചത്? അതേസമയം ഉത്തർപ്രദേശിൽ തകർന്നടിഞ്ഞു പോയത് എങ്ങനെയാണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാവും. അവിടുത്തെ ഈ പറയുന്ന വോട്ടർ സിസ്റ്റത്തിന്റെ പോളിംഗ് കൗണ്ട് വന്നതിലുള്ള വ്യത്യാസം പഠിച്ചാൽ മാത്രം മതി. അപ്പോൾ വളരെ കൃത്യമായി തെരഞ്ഞെടുപ്പുകൾ അട്ടിമറിക്കപ്പെട്ടു. ഇന്ന് ഈ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയും ആ രാഷ്ട്രീയ പാർട്ടിയും ഒരു ജാര ഭരണകൂടമാണ്. കള്ളത്തരത്തിലൂടെ വന്നിരിക്കുന്ന ഭരണകൂടമാണ്. തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ച് വന്നിരിക്കുന്ന ഭരണകൂടമാണ്. അത് ജനങ്ങൾ കൃത്യമായി ബോധ്യപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ പറഞ്ഞല്ലോ, സമൂഹ മാധ്യമങ്ങളിലെല്ലാം ഇതിന് കിട്ടുന്ന പിന്തുണ, ബീഹാറിലെ തെരുവോരങ്ങളിൽ ഇതിന് കിട്ടുന്ന പിന്തുണ, അത് കൃത്യമായി ജനങ്ങൾ ഈ തട്ടിപ്പ് എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ്. ആ തെളിവ്, ആ പ്രക്ഷോഭങ്ങൾ രാജ്യം മുഴുവൻ കത്തിപ്പടരും. രാഹുൽ ഗാന്ധി അടുത്ത് വിടാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ഡാറ്റ അല്ലെങ്കിൽ ഉന്നയിക്കാൻ പോകുന്ന ആരോപണം ഈ സർക്കാരിനെ പിടിച്ചു കുലുക്കുന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. ലോകത്തിന് മുമ്പിൽ രാജ്യം അപമാനിതരായി തലകുനിച്ച് നിൽക്കുന്ന സാഹചര്യം ഉണ്ടാകും. BJPക്ക് കുഴപ്പമൊന്നുമില്ല. കള്ളനെ പിടിച്ചാൽ കള്ളന് അപമാനമൊന്നുമില്ലല്ലോ. കള്ളനെ സംബന്ധിച്ചോളം ഒന്ന് ജയിലിൽ പോകാൻ തയ്യാറെടുത്തുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പൊ കള്ളന്മാർക്ക് ഒരു കുഴപ്പവുമില്ല. പക്ഷേ ഈ താങ്കൾ പറയുന്നത് കോൺഗ്രസ്സുകാരൻ പറയുന്നതാണ്. അതിൽ രാഷ്ട്രീയം ഓഫ് കോഴ്സ് ഉണ്ട്. പക്ഷേ ആ രാഷ്ട്രീയത്തിനപ്പുറം ഈ പറയുന്ന രീതിയിൽ രാഹുൽ ഗാന്ധി പുറത്തോട്ട് വിടാൻ പോകുന്ന ഹൈഡ്രജൻ ബോംബ് വാരണാസിയുമായി ബന്ധപ്പെട്ട് ഇതിനോടകം തന്നെ രാഹുൽ ഗാന്ധി ആരോപണം ഉന്നയിക്കുന്നുണ്ട്. അതിൽ ഒരു അക്ഷരം മിണ്ടുന്നില്ല. ഇനി ഈ പറയുന്ന വാരണാസിയിലെ വോട്ടർ പട്ടിക എടുത്തു വെച്ചുകൊണ്ട് എന്തുകൊണ്ടൊരു ഘട്ടത്തിൽ മോഡി പിന്നിൽ പോയി പിന്നെ മുന്നിൽ വന്നു എന്നൊക്കെയാണ് രാഹുൽ ഗാന്ധി വിശദീകരിക്കാൻ നിൽക്കുന്നതെങ്കിൽ അതിനുകൂടി ഇലക്ഷൻ കമ്മീഷൻ മറുപടിയില്ലെങ്കിൽ ഉറപ്പായും ശക്തമായും നാണം കെട്ടു പോകുന്നത് നമ്മളെല്ലാവരുമാണ്. കാര്യം നമ്മുടെ പ്രധാനമന്ത്രിയാണല്ലോ അത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.